എങ്ങനെ തോന്നുന്നു ഈ 3 ഇയേഴ്സ്? ഒന്നും തോന്നില്ല. ഒറ്റ ഡയലോഗിലായിരുന്നു. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഇല്ല. ഹലോ ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഫെബ് 28 ആണ്. ഫെബ് 28 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ സ്പെഷ്യൽ ഫോർ മീ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്, 3rd വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഫെബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ മൊത്തം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്ത കുറേ കാര്യങ്ങളും ആ സമയത്തെ തിരക്കുകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ചെയ്യാമെന്ന്. ഒരു വെഡ്ഡിങ് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വെഡ്ഡിങ് സ്റ്റോറി പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. സോ ദാറ്റ് ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് മൈ ഫാമിലി ടു യു ഗൈസ്. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോൻ്റെ പ്ലാൻ. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് വെൽക്കം ടു മൈ വെഡ്ഡിങ് സ്റ്റോറി. ഓൾമോസ്റ്റ് ഒരു രാവിലെ 8 മണിയാകുമ്പോഴേക്കും തന്നെ എൻ്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ബ്ലെസ്സിങ് പരിപാടിയുണ്ട്, അതും കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഹാളിലേക്ക് പോയി. പക്ഷെ നേരത്തെ തന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്താ പറയുക, ഹാളിൽ എത്തുമ്പോഴേക്കും ഒക്കെ കറക്റ്റായിരിക്കുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു ബ്രദറാണ്, പിന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വൈഫാണ്, പിന്നെ അവരുടെ മോളും. ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ട തലയിൽ അരിയിടുന്ന സംഭവം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പെണ്ണിനെ അനുഗ്രഹിച്ചിട്ട് വിടുന്നതാണ് സംഭവം. അപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ മോശമാകുന്നത് കൊണ്ട് ഞാൻ വീട്ടിലുള്ള എല്ലാവരും സ്ട്രിക്റ്റ്ലി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ടച്ച് ചെയ്യാണ്ട് ദൂരെ ചെറുതായിട്ടൊന്ന് തൊട്ട് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ആ വീഡിയോ കാണുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോളുടെ കൈ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. കണ്ണൂരിലെ ഹോട്ടൽ ബ്ലൂ നൈലിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ്. വെഡ്ഡിങ് ഡേനെ പറ്റി ആലോചിക്കുമ്പോൾ സ്റ്റേജിലേക്ക് കയറാൻ പോകുന്ന ആ മൊമെൻ്റാണ് എപ്പോഴും ഒരു കോമഡി പോലെ. എന്ന് വെച്ചാൽ ആ സമയത്ത് വല്ലാത്തൊരു ഇമോഷൻസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പോൾ കയറി വേഗം പോയി ഞാൻ കല്യാണം കഴിക്കുവാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണല്ലോ, എല്ലാ സൈഡിൽ നിന്നും ആൾക്കാർ നോക്കുന്നത് പെണ്ണിനെയാണല്ലോ. അപ്പം പോകുന്ന സമയത്ത് വീഴാൻ പാടില്ല, ഈ കയ്യിൽ എന്താ പറയേണ്ട മാലയും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നു, എല്ലാവരും നോക്കുന്നു. അതൊരു എന്താ പറയുക, വല്ലാത്തൊരു ഇമോഷനായിരുന്നു ആ സമയത്ത്. സന്തോഷവും ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ. ഇതാണ് അശ്വിൻ്റെ ഫാമിലി. അച്ഛനമ്മ, ചേട്ടൻ, സിസ്റ്റർ ഇൻ ലോ, അവരുടെ 2 മക്കളും. ഇത് ഞങ്ങൾക്ക് വെഡ്ഡിങ്ങിന് കിട്ടിയൊരു സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന 4 പേര് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. അതിൽ 2 പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, ബാക്കി 2 പേരും പുറത്തായിരുന്നുകൊണ്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സദ്യയൊക്കെ കഴിച്ച് സാരി മാറി എല്ലാവരോടും ബൈ പറഞ്ഞ് അശ്വിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ വെഡ്ഡിങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു ഇൻകംപ്ലീറ്റ് ആവും. സോ കല്യാണം ചെക്കനോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരുമിച്ച് പറയാം കല്യാണത്തിൻ്റെ മെമ്മറീസ് ഒക്കെ. എനിക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം, പിന്നെ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. മേക്കപ്പിൻ്റെ ടെൻഷൻ. മേക്കപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കുറേ മുന്നേ ചെയ്ത് പിന്നെ ട്രാവൽ ചെയ്ത് അവിടെ എത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഓവറാണോ, അങ്ങനെ എല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ മാറിയത് ഒരൊറ്റ ഡയലോഗിലായിരുന്നു. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ?
അത് ഞാൻ മണ്ഡപത്തിലേക്ക് കേറിയ സമയത്ത് എന്റെ അടുത്ത് എന്താ പറഞ്ഞ മേക്കപ്പിനെ പറ്റിട്ട്? മേക്കപ്പ് ബോറായിട്ടില്ല നന്നായിരുന്നു എന്നാ പറഞ്ഞത്. മേക്കപ്പ് ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മാരേജിൻ്റെ സമയത്താണ് പിന്നെയും ഇവളയച്ച ഇമേജസും പിന്നെ ഇങ്ങനെ കുറേ ബ്യൂട്ടീഷ്യൻസിൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ആക്ച്വലി മേക്കപ്പ് എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഒരു പ്രസക്തി എന്താണെന്ന് എപ്പോഴാണ് മനസ്സിലായത്. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ ഉള്ള ഒരാളുടെ ഒരു ഐഡൻറ്റിറ്റീനെ കംപ്ലീറ്റ്ലി മാറ്റാണ്ട് അയാളെ പിന്നെ എന്താ പറയുക ഒന്നൊരു ബെറ്റർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുക, അതാണ് മേക്കപ്പിൻ്റെ ഒരു പേർപ്പസ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ആ ഒരു സംഭവം എന്തായാലും ഫുൾഫിൽ ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഇവളെ അന്ന് ഞാൻ അവിടെ മണ്ഡപത്തിൽ ഞാൻ ഇരുന്നിട്ടാണല്ലോ ഇവളെ കാണുന്നത്. അപ്പം ഇവിടെ ബ്രൈഡായിട്ട് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് എത്തിയപ്പോഴൊക്കെ എനിക്കൊരു ഇവള് തന്നെ ഇവളുടെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. സോ ഐ വാസ് ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ മേ ബി പറഞ്ഞിട്ടുണ്ടാവുക നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ബോറായിട്ടുണ്ടെങ്കിൽ ബോറായിരുന്നു പറഞ്ഞേനെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴുള്ള വെഡിങ്ങിലെല്ലാം ഈ ബ്രൈഡ് റെഡി ആയിട്ട് എന്താ പറയാ പിന്നെ ഈ ചെക്കനെ കാണാൻ പോകുന്ന അങ്ങനത്തെ വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ആ സമയത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് ഡയറക്റ്റ് എന്നെ മണ്ഡപത്തിനാണ് ആദ്യമായിട്ട് കാണുന്നതല്ലേ. അപ്പോ അത് ഒരു ഭയങ്കര ഒരു സമാധാനമായിരുന്നു. പിന്നെ വേറെ തന്നെ ഒരാളാക്കി മാറ്റേണ്ടി വരില്ല. കാരണവന്മാരായിട്ട് ഓരോട് ബ്യൂട്ടീഷ്യൻസ് അടുത്ത് പോകാറില്ല അല്ലേ, അതുകൊണ്ട് ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഭയങ്കര മേക്കപ്പിന്റെ ആളാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആ ടെൻഷനില് എന്താ പറയാ ഹാപ്പിനെസ്സിൽ ഒരു ഭാഗത്തായിപ്പോയി. അങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മള് കല്യാണം കോവിഡിന്റെ സമയത്തായിരുന്നത് കൊണ്ട് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും. അതേപോലെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കോവിഡ് പോസിറ്റീവ് ആവരുത്, അതൊരു കൺസേൺ ആയിരുന്നു. കാര്യം ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ മാരേജിന് ഒരാൾ വരുന്നത്. അപ്പം ആ സമയത്ത് കോവിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ഒരു സിനാരിയോ ആയിരുന്നു. എല്ലാവരും ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് ആളുകൾ മരിച്ചൊക്കെ പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരാളും നമ്മുടെ എസ്പെഷ്യലി ഈ വരുന്ന ആളുകൾ എസ്പെഷ്യലി ഈ പറഞ്ഞില്ലേ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ആ വരുന്നവരൊക്കെ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ വെൽവിഷസ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിലൊരാൾക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്, ടെൻഷനായിരുന്നു. ബട്ട് ആളുകളൊന്നും ആ രീതിയിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. എന്തോ ദൈവം സഹായം കൊണ്ട് ആർക്കും അതിനുശേഷം ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രശ്നം വന്നിട്ടില്ല. കോവിഡിന് മുന്നേ ആണെങ്കിൽ തന്നെ ഞങ്ങളൊരു എന്താ പറയാ ഇന്റിമേറ്റ് വെഡിങ് തന്നെയായിരുന്നു വിചാരിച്ചത്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ള പോലെ. ഈ രോഗി ചുറ്റിതം പാല് മറ്റേ പാല് എന്ന് പറഞ്ഞ പോലെ ഈ കോവിഡ് കറക്റ്റ് സമയത്ത് വന്നു. അപ്പം ആരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. കാര്യം ഇല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കും ഇവളുടെ വീട്ടിലും പറഞ്ഞ് കൺവിൻസ്, അതെ ഇവളുടെ ഫാമിലി വലിയ ഫാമിലി കമ്പയർ ടു മൈൻ. അപ്പൊ ഇവളുടെ കസിൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബസ് പിടിച്ചു വരാനുള്ള മാത്രം കസിൻസ്, ഇവളുടെ കസിൻസ് മാത്രം തന്നെയാണ് ഒരു 25 നമ്പേഴ്സ് ഉണ്ട്. അപ്പം അതിൽ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് കുറെ പേരുണ്ടായില്ല. കോവിഡ് ആയതുകൊണ്ട് കുറെ പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. യെസ്. സോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഒരു എന്താ പറയാ വിചാരിച്ച പോലെ തന്നെ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള സർക്കിളിൽ കല്യാണം നടത്താൻ പറ്റി. അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ശരിക്കും ആ ഇവന്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ആ പന്തലിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ കണ്ണ് ഓടിച്ച് നോക്കുമ്പോൾ ചുറ്റുവട്ടത്തിരിക്കുന്ന എല്ലാവരെയും അറിയാത്തതായിട്ട് ആരുമില്ല. ബിക്കോസ് ഞാൻ പറയാൻ കാര്യം എൻ്റെ കസിൻസിൻ്റെ മാരേജൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 1000-2000 പേരൊക്കെ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അത് വലിയ ഫംഗ്ഷനാണ്. എന്താ പറയുക അവിടെ ഒരുപക്ഷെ അവിടെ വരുന്നത് ആരാന്ന് പോലും ചിലപ്പോൾ ഇരിക്കുന്നവർ നമുക്ക് മനസ്സിലാവില്ല. അത്രയും ആളുകളുണ്ടാവും. ആരൊക്കെയാണ് നമ്മളെ ബ്ലെസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് നമ്മളെ വന്ന് മറ്റേ അരി ഇടുന്നൊക്കെ നമുക്ക് പോലും ചിലപ്പോൾ അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി ഒരു 1-2 മണിക്കൂർ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പം അതൊക്കെ ഭയങ്കര ബോറിങ്. എനിക്ക് നമ്മുടെ മാരേജ് അല്ല, നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരൊക്കെ വന്നു അരി ഇട്ടു എന്നൊക്കെ പറഞ്ഞൊരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇവിടെ തലയിലും ഉണ്ടായിരുന്നു അരി, എൻ്റെ തലയിലും ഉണ്ടായിരുന്നു. എൻ്റെ കയ്യില് പിന്നെ ഹെയർ സ്റ്റൈൽ എല്ലാം കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ വെഡിങ് ജേർണി. ഇപ്പോൾ 3 years ആയി, 3 years സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അല്ലേ? എങ്ങനെ തോന്നുന്നു 3 years? ഒന്നും തോന്നില്ല. ഒന്നും തോന്നില്ല. അങ്ങനെ തോന്നണൊക്കെ തോന്നാം. വേണ്ട, ഞാൻ ഹാപ്പിയാണ്, ഹാപ്പി ജനറലി ഹാപ്പിയാണ്. മറ്റേ മാട്രിമോണിയിൽ ഒരു ആഡ് ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞതോടുകൂടി പിന്നെ എന്തെന്ന് ആ ബ്രൈഡും ലൈഫിൽ വന്നു, അതേപോലെ കുറച്ച് ഡിസിപ്ലിൻ വന്നു. അങ്ങനെ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞതോടുകൂടി വന്നതായി? ഡിസിപ്ലിൻ പണ്ടേ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ആ ഓക്കെ. എന്തായാലും ഇവള് വന്ന ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലൈഫ് കുറച്ചും കൂടെ സ്മൂത്തായി. കാര്യം എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറായി, വലിയ വ്യത്യാസം. ഓർഗനൈസ്ഡ് ആയി അല്ലേ? So that's all about our wedding story. Thanks for watching. Thank you. Bye. Thank you so much. Bye.